യഹ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ലെമൺ സോഡയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പോൾ നമ്മളുടെ ഈ ലെമൺ സോഡ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഇതുപോലെ 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 ടീസ്പൂൺ വീതം ജീരകം പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ പൊടിച്ച ജീരകം എടുക്കാനായിട്ട് നോക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയുടെ നീരാണ്. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി നീര് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അര വീതമാണ് 2 ഗ്ലാസ്സിലേക്കും ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി വേണ്ടത് നാരങ്ങ നീരാണ്. 1 നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട്. അതും പകുതിയായിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു പച്ചമുളക് 4ആയിട്ട് ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട്. കുരുവൊക്കെ മാറ്റിയതിന് ശേഷം അത് നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് 2 എണ്ണം വീതം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. 1 ടേബിൾ സ്പൂൺ കണക്കിന് അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഉപ്പാണ്. അത് ഒരുപാടായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതിയാകും. അപ്പം അതും നമുക്ക് 2ലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള സോഡ ഒഴിച്ചു കൊടുക്കാം. നിറച്ച് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരുപാടങ്ങ് പൊന്തി തറയിലേക്ക് പോകും. അതുകൊണ്ട് പകുതി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 2 ഗ്ലാസ്സിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ലെമൺ സോഡ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ജീരകത്തിൻ്റെയൊക്കെ ആ ഒരു ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട.